ഹായ് കൂട്ടുകാരെ. അപ്പം നമ്മൾ രണ്ടുപേരും മന്നംപുറത്ത് കാവിലേക്ക് പോകാനുള്ള ഒരുക്കത്തിലാണ്. കുറേ നാളായി വിചാരിക്കുന്നു കാവിലേക്കൊന്ന് പോകണമെന്ന്. ഓരോ കാരണം കൊണ്ട് യാത്ര മാറ്റിവെച്ചതാണ്. ബസ്സിന് പോകാമെന്ന് വിചാരിച്ചിറങ്ങിയതാണ്. വഴിയിലെത്തിയപ്പോൾ ഒരേട്ടൻ പറഞ്ഞു ഇന്ന് ബസ്സില്ലെന്ന്. ബസ്സില്ലല്ലോ എന്നും പറഞ്ഞ മോള് വീണ്ടും വീട്ടിൽ പോയി വെള്ളമൊക്കെ കുടിച്ച് വന്നു. ബസ് സ്റ്റോപ്പിലെത്തിയപ്പോൾ ഒരു ഓട്ടോ കിട്ടി. അങ്ങനെ നമ്മൾ കാഞ്ഞങ്ങാടെത്തി. കാഞ്ഞങ്ങാട് എത്തിയപ്പോൾ പയ്യന്നൂരേക്ക് പോകുന്ന ഒരു KSRTCയുടെ സ്റ്റാർട്ടാക്കി നിൽക്കുന്നുണ്ടായിരുന്നു. കയറിയ ശേഷമാണ് മനസ്സിലായത് അത് പ്രിയദർശിനിയാണെന്ന്. ഞാൻ ആദ്യമായിട്ടാണ് പ്രിയദർശിനിയിൽ കയറുന്നത്. വലിയ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. ഞങ്ങൾക്ക് ഇരിക്കാൻ സീറ്റൊക്കെ കിട്ടിയിരുന്നു. അങ്ങനെ നീലേശ്വരം എത്തി. നീലേശ്വരം ബസ് സ്റ്റാൻഡൊക്കെ പുതുക്കി പണിതു. അതിൽ വലിയ കെട്ടിടമൊക്കെ പുതുതായിട്ട് വന്നിട്ടുണ്ട്. കുറേ നാളായി നീലേശ്വരത്തൊക്കെ വന്നിട്ട്. ബസ് സ്റ്റാൻഡിൻ്റെ ബാക്കിൽ കൂടിയുള്ള ഇടവഴിയിലൂടെയാണ് നമ്മൾ മന്നംപുറത്തേക്ക് പോയത്. കാവിലെത്തുന്നതിന് തൊട്ട് മുമ്പ് ഒരു കടയുണ്ടായിരുന്നു. അപ്പം നമ്മൾ അവിടെ നിന്ന് പൂജിക്കാനുള്ള ചരട് വാങ്ങിച്ചു. കാവിനുള്ളിൽ തന്നെ കടയുണ്ട് കേട്ടോ. പക്ഷെ ഞങ്ങൾ ഇവിടെ നിന്ന് വാങ്ങിച്ചു. ഞങ്ങളിവിടെ എത്തുമ്പോൾ തന്നെ ലോട്ടറി ടിക്കറ്റ് വിൽക്കുന്നവർ കുറേ ആളുണ്ടായിരുന്നു. ടിക്കറ്റ് എടുക്കാൻ കുറേ നിർബന്ധിച്ചു. ഞാൻ എടുത്തില്ല. ലോട്ടറി എടുക്കുന്ന ശീലമില്ല എനിക്ക്. അതുപോലെ തന്നെ കൈനോട്ടക്കാരും കൈ നോക്കി ഫലം പറയാമെന്നും പറഞ്ഞ് പുറകെ വന്നുകൊണ്ടുണ്ടായിരുന്നു. പക്ഷെ ഞാൻ അതിനും നിന്നില്ല. അങ്ങനെ ഞങ്ങൾ കാവിലേക്കെത്തി. നേർച്ച കഴിക്കാനുള്ള രസീത് മുറിച്ചു. നമ്മളെത്തുമ്പോഴേക്കും ആൾക്കാർ വന്നുകൊണ്ടിരിക്കുന്നത്രേ. വലിയ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. 2-3 രസീത് ഉണ്ടായിരുന്നു. മോൾക്ക് ചരട് പൂജിക്കാൻ കൊടുക്കാനുണ്ടായിരുന്നു. പിന്നെ ഏട്ടൻ്റെയും മോളുടെയും പേരിൽ പുഷ്പാഞ്ജലി കഴിച്ചു. ചരട് പൂജിച്ച് കിട്ടാൻ കുറച്ച് സമയമെടുക്കും എന്ന് പറഞ്ഞു. ചരട് പൂജിച്ച് കിട്ടാൻ കുറച്ച് വൈകുമെന്ന് പറഞ്ഞതുകൊണ്ട് മോള് നെയ്വിളക്ക് സമർപ്പിച്ചു. കാവിനുള്ളിൽ നല്ല വെയിലാണ് കേട്ടോ. നല്ല കാലാവസ്ഥയായിരുന്നു. മഴ തീരെ ഉണ്ടായിരുന്നില്ല. നേർച്ചയൊക്കെ കഴിച്ചത് കിട്ടാൻ വൈകുമല്ലോ. അതുകൊണ്ട് നമ്മൾ പിന്നെ അവിടെ ഇഷ്ടംപോലെ സ്ഥലമുണ്ടായിരുന്നു ഇരിക്കാൻ വേണ്ടി. അപ്പം നമ്മൾ അവിടെ പോയിരുന്നു. കുറച്ച് കഴിയുമ്പോൾ തന്നെ ആൾക്കാരൊക്കെ വന്നു തുടങ്ങി. പിന്നെ നല്ല തിരക്കായി. ഞങ്ങൾ കരുതിയത് ചൊവ്വാഴ്ചയും വെള്ളിയാഴ്ചയും മാത്രമാണ് ഇത്രയും തിരക്കുണ്ടാവുകയെന്ന്. പക്ഷേ അങ്ങനെയല്ല. ഞായറാഴ്ച നല്ല തിരക്കായിരുന്നു. ആൾക്കാരെ കണ്ടപ്പം മനസ്സിലായി ഇവിടെ എപ്പോഴും തിരക്കുണ്ടെന്ന്. നമ്മൾ ലീവുള്ള ദിവസങ്ങളിലൊക്കെ ഇതുപോലെ ഏതെങ്കിലും ക്ഷേത്രങ്ങളിലൊക്കെ പോകാറുണ്ട്. അടുത്തുള്ള ക്ഷേത്രങ്ങളിലൊക്കെ ഞാനും കുഞ്ചൂസും തന്നെയാണ് പോവുക. വേറെ ആരും ഒന്നിച്ചുണ്ടാകാറില്ല. കുറേ നേരം ഇരുന്ന് കഴിയുമ്പോൾ മോൾക്ക് മടുപ്പ് തോന്നി. അങ്ങനെ നമ്മളൊന്ന് ക്ഷേത്രം ചുറ്റി വരാമെന്ന് വിചാരിച്ച് അവിടുന്ന് എഴുന്നേറ്റ് പോയി. കാവിൻ്റെ ഇടയിൽ കൂടി നടക്കുമ്പോൾ നല്ലൊരു ആശ്വാസമാണ്. ഇവിടെയുള്ള മരങ്ങളിൽ നിറച്ചും വവ്വാലുകളാണ് കേട്ടോ. അവയുടെ ഒച്ചയൊക്കെ കേട്ട് നടക്കാൻ നല്ല രസമാണ്. നല്ല തണലും ഉണ്ടായിരുന്നു. ഞാൻ കുറേ സമയം ഇങ്ങനെ നടന്നു കേട്ടോ. പിന്നെ ഇവിടെ നിന്നൊക്കെ നല്ല ഫോട്ടോസൊക്കെ എടുത്തു. നേർച്ച കഴിപ്പിച്ചതിനുള്ള പ്രസാദം വാങ്ങിക്കാനുള്ള ക്യൂ ആണ് കേട്ടോ ഇത്. അതിൻ്റെ ഇടയ്ക്കാണ് ഒരാൾ വന്ന് പറഞ്ഞത് ടോക്കൺ എടുത്തവർ വേഗം ഭക്ഷണം കഴിക്കാൻ പോകണം. ടോക്കൺ ഇല്ലാത്തവരൊക്കെ ഭക്ഷണം കഴിക്കുന്നുണ്ട്. അപ്പോൾ ടോക്കൺ വാങ്ങിച്ചവർക്ക് പിന്നീട് ഭക്ഷണം കിട്ടില്ല എന്ന്. അങ്ങനെ നമ്മൾ ഭക്ഷണം കഴിക്കാൻ പോയി. നല്ല രുചിയാട്ടോ ഇവിടുത്തെ ഭക്ഷണം. ഒരു സാമ്പാറും അച്ചാറും മൊളീഷ്യനും പിന്നെ ഒരു ഉപ്പേരിയും. അങ്ങനെ ഭക്ഷണം കഴിച്ചിട്ട് നമ്മൾ നേർച്ച പറഞ്ഞ പ്രസാദം വാങ്ങിക്കാൻ പോയി. അതിനിടയ്ക്കാണ് അവിടെ കഴിപ്പിച്ച പായസം നമുക്ക് തരുന്നത്. അങ്ങനെ അതും നമ്മൾ കഴിച്ചു.
ചരട് പൂജിച്ചതും നേർച്ച കഴിപ്പിച്ച പ്രസാദമൊക്കെ വാങ്ങി ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. പിന്നെ ഞങ്ങൾ പോയത് സൂര്യ സിൽക്സിലാണ്. അവിടെ ആടി സെയിൽ നടക്കുന്നുണ്ട്. കുറേ ദിവസമായി നടക്കുന്നു. പക്ഷേ മോള് കുറേ നാളായി പറയുന്നു നമുക്കൊന്ന് പോയി നോക്കാമെന്ന്. അങ്ങനെ പോയതാണ്. ഡ്രസ്സൊക്കെ നോക്കാൻ പോയ കുഞ്ചൂസ് 1000-ലധികം രൂപയുടെ സാധനങ്ങൾ വാങ്ങിയിട്ടോ. കോംബോ ഓഫറൊക്കെ ഒരുപാടുണ്ട് കേട്ടോ. അങ്ങനെ ബില്ലൊക്കെ പേ ചെയ്ത് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. പിന്നെ പോയത് മാർക്കറ്റിലേക്കാണ്. അവിടുന്ന് കുറച്ച് ചിക്കനും പിന്നെ പച്ചക്കറിയൊക്കെ വാങ്ങി ഞങ്ങൾ നേരെ വീട്ടിലേക്ക് തിരിച്ചു. ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം.